ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഞായറാഴ്ച നമുക്കായി നൽകപ്പെടുന്ന വചനഭാഗം ദേവാലയ ശുദ്ധീകരണമാണ്. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നാണയ കൈമാറ്റക്കാരെയും മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും കാണുമ്പോൾ അവരെയെല്ലാം ആട്ടി പുറത്താക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒരു ഭാഗം ചിത്രീകരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്താണ്. മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ പീഡാസഹനത്തിന് മുമ്പുള്ള ഭാഗത്താണ്. എന്തുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ശരിയായ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ ചിന്തിക്കുന്നത്. ഇവിടെ കാതലായ ആശയം എന്ന് പറയുന്നത് കച്ചവട മനസ്ഥിതി വെടിയുക എന്നുള്ളതാണ്. ഒരു ആലയവും കച്ചവട മനസ്ഥിതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് ദേവാലയമായാലും ആതുരാലയമായാലും വിദ്യാലയമായാലും ഒരു ആലയവും കച്ചവട മനസ്ഥിതിയിലല്ല നിലനിൽക്കേണ്ടത്. ആ ഒരു വലിയ ചിന്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുക. ലാവോസ്യയും ശിഷ്യന്മാരും ഒരു കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഏതാനും മരം വെട്ടുകാർ അവിടെ മരം മുറിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരുടെ ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യം, വലിയൊരു മരത്തെ നിർത്തിക്കൊണ്ട് ചുറ്റുമുള്ള ചെറിയ ചെറിയ മരങ്ങൾ അവർ വെട്ടുകയാണ്. അവർ ചെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വലിയ മരം മുറിക്കാത്തത്? ഈ വലിയ മരം മുറിക്കുകയാണെങ്കിൽ ഈ ചെറിയ മരങ്ങൾ കൊണ്ടുള്ള ഉപയോഗം ഈ ഒറ്റമരം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുകയില്ലേ? അപ്പോൾ അവരുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ഈ മരം ഒന്നിനും കൊള്ളുകയില്ല. ഈ വലിയ മരം കൊണ്ട് ഒരു ഉപകാരവുമില്ല. വിറകായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതുകയാണെങ്കിൽ അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം തന്നെ പറഞ്ഞു. അപ്പോൾ ഗുരു അവരോട് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, നിങ്ങൾ ആ വലിയ മരത്തെ പോലെയാകുവിൻ എന്ന്. ഒരു ഉപകാരവുമില്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ വലിയ മരവും ഭൂമിയിൽ അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ. നമ്മൾ ഒരു വസ്തുവിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ ആവശ്യത്തിൻ്റെ അളവനുസരിച്ചാണ്. സൂസൻ സിമാർഡ് എന്ന എഴുത്തുകാരി ദ ഫൈൻഡിങ് ഓഫ് മദർ ട്രീ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, ഒരു മരത്തിൻ്റെ വിലയെന്താണ്? ഒരു മരത്തിൻ്റെ മൂല്യം അത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു മൂല്യമല്ല, മറിച്ച് ഒരു മരത്തിൻ്റെ മൂല്യം ഒരു വനമാണ്. ഇപ്രകാരം വിശാലമായ ചിന്താഗതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ കച്ചവട മനസ്ഥിതി നമ്മൾ ഉപേക്ഷിക്കണം. ഒരു ഫ്രഞ്ച് തോട്ടക്കാരൻ്റെ ചിന്ത ഇപ്രകാരം പോകുന്നുണ്ട്, ഞാൻ നട്ടതല്ലാത്തതെല്ലാം പാഴ്മരങ്ങളാകുന്നു എന്ന്. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ഉപയോഗത്തിനും അപ്പുറം ഒരു വസ്തുവിനും വിലയില്ല എന്നൊരു ചിന്തയാണ് ഇവിടെ അയാൾ എടുത്തു വയ്ക്കുന്നത്. എടുക്കാൻ നല്ലതൊന്നില്ല അതിലൊരു മുൾച്ചെടിക്കും എന്നൊരു കവിവാക്യമുണ്ട്. എല്ലാറ്റിനും അതിൻ്റേതായ ഒരു മേന്മയുണ്ട് എന്ന ഒരു ചിന്തയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഒരു തോട്ടക്കാരൻ എന്ന ചിന്തയിൽ നിന്നും ഉദ്യാനപാലകൻ്റെ ചിന്തയിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ എല്ലാ വസ്തുവിലും എല്ലാ വ്യക്തിയിലും എല്ലാ സംഭവങ്ങളിലും മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദ്യാനപാലകൻ എപ്പോഴും തൻ്റെ തോട്ടത്തിലെ ഓരോ ചെടിയെയും സൂക്ഷ്മതയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു ധാർമ്മിക മൂല്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കോവിഡാനന്തരം നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്യമാണ് ന്യൂ നോർമൽ, നവസാധാരണത്വം. എന്നാൽ പലപ്പോഴും ധാർമ്മിക വശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നവധാർമ്മികതയെക്കുറിച്ച് ആരും തന്നെ പറഞ്ഞു കേൾക്കാറില്ല. വ്യക്തിപരമായും സമൂഹപരമായും സംഘാതപരമായുമൊക്കെ ഈ ഒരു നവധാർമ്മികത വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ കച്ചവട മനസ്ഥിതി വെടിയുക എന്ന് യേശുനാഥ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു നവധാർമ്മികതയിലേക്കാണ് യേശു വിരൽ ചൂണ്ടുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ ചെറിയവനല്ല എന്ന ഒരു ചിന്തയിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ 3 ചെറിയ ചിന്തകൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, ദൈവത്തെ നമ്മൾക്ക്
പണം കൊണ്ട് നേടാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ചിന്ത ഇതാണ്: നമ്മൾ നേർച്ചകൾ നേരുന്നു, ആ നേർച്ചകൾ നേർന്നാൽ ദൈവം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിത്തരണം. ദൈവത്തെ നമുക്ക് ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കുകയില്ല. മറിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ കുടിയിരിക്കുക അത് നമ്മുടെ ജീവിത വിശുദ്ധി വഴിയായിട്ടാണ്. ജീവിത വിശുദ്ധിയിലൂടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവിടുത്തെ ജ്വലിപ്പിച്ചു എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുക. ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ള വ്യക്തികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ എത്രയോ വ്യക്തികളാണ് നിസ്സംഗതയോടുകൂടി ദൈവിക കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. നമ്മൾ നിസ്സംഗതയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. തീക്ഷ്ണതയുള്ള വ്യക്തികളായി തീരുക, ദൈവിക കാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ള വ്യക്തികളായി തീരുക. ഈ നോമ്പ് കാലത്ത് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീക്ഷ്ണത ഉയർന്നു വരട്ടെ. ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികൾ, പ്രാർത്ഥനകളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികൾ, പരസ്നേഹ പ്രവൃത്തികളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തികൾ, ദൈവത്തെ പ്രതി അവരിനെ സ്നേഹിക്കുവാൻ കഴിയുന്ന തീക്ഷ്ണമായ ഹൃദയമുള്ള വ്യക്തികളായി തീരാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഇത് ഞാൻ 3 ദിവസം കൊണ്ട് പുനഃസ്ഥാപിക്കുമെന്ന്. ഇവിടെ 3 ദിവസത്തെ കണക്കാണ് യേശുനാഥൻ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്തതായ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ സമയത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് പറയുക. 3 ദിവസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്. കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമ്മൾക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. ഈ നോമ്പുകാലം കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വാക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന വ്യക്തികളായി തീരാൻ ദൈവം കനിയട്ടെ. ഇപ്രകാരം നമ്മൾ കച്ചവട മനസ്ഥിതി ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാറ്റിലും നന്മയുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.